നമസ്കാരം പ്രിയമുള്ളവരെ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം നാളെ നടക്കാനിരിക്കെ തെക്കൻ ജില്ലകളിലേക്ക്, അതായത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ UDF നില മെച്ചപ്പെടുത്തും എന്നത് സംബന്ധിച്ചാണ്. കാരണം തിരുവനന്തപുരം ജില്ലയിലെ ഒരു രാഷ്ട്രീയ വിശകലനം മാധ്യമങ്ങളും അതുപോലെ യൂട്യൂബ് ചാനലുകളും ഒക്കെ പ്രസിദ്ധീകരിക്കുന്നത് തിരുവനന്തപുരത്ത് UDFൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ UDF വലിയ രീതിയിൽ മേൽക്കൈ നേടും. ഒരുപക്ഷെ ഒരു ഭരണം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ആ വിജയം എത്തിയില്ല എങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് നെക്ക് ടു നെക്ക്, ഇഞ്ചോടിഞ്ചൊരു പോരാട്ടത്തിൻ്റെ പ്രതീതി ഉണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും യുവ നേതൃനിര കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ചും മണമ്പൂരിൽ മത്സരിക്കുന്ന നബീൽ കല്ലമ്പലം ഉൾപ്പെടെ ഗോപു നയ്യാർ മുതലായ KSUവിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ വലിയൊരു യുവനിര ഇപ്രാവശ്യം കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായിട്ടുണ്ടായിരുന്നു. അത് കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കും എന്ന നിഗമനം തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. പ്രത്യേകിച്ചും 3 വോട്ടുകൾ, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതിൽ ഈ ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നടത്തുന്ന ആ വോട്ട് തിരുവനന്തപുരം ജില്ലയിലെ മിക്ക വ്യക്തികളും മൂന്നാമത്തെ ഒരു വോട്ട് അത് കോൺഗ്രസിന് വേണ്ടി വിനിയോഗിക്കും എന്ന രീതിയിൽ വിശകലനം നടത്തപ്പെടുന്നതായ റിപ്പോർട്ടുകളുണ്ട്. ഞാനും മിക്ക ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആ വോട്ടുകൾ LDFന് പോയാലും, കാരണം LDFന് ഈ ഗ്രാമതലങ്ങളിലൊക്കെ പ്രാദേശിക തലങ്ങളിലുമൊക്കെ ജനങ്ങളുമായിട്ട് ഇടപഴകി നിൽക്കുന്ന ഒരുപാട് പ്രാദേശിക നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് ആ വോട്ടുകളൊക്കെ ഒരുപക്ഷെ LDFന് പോയാലും ഈ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വോട്ട് നടക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിലെ വോട്ട് UDFന് അനുകൂലമായി വരും എന്ന ഒരു വിശകലനം ഞാനും ഈ വോട്ടർമാരുമായിട്ടൊക്കെ സംവദിക്കുമ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. മാത്രമല്ല രാഷ്ട്രീയ വിശകലനം നടത്തുന്ന മറ്റു പലരും തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ ഒരു വിശകലനം നടത്തുന്നുമുണ്ട്. BJPയും ചില ജില്ലാ പഞ്ചായത്തുകളിൽ ശക്തമായി മത്സരരംഗത്തുണ്ടെങ്കിലും LDFും UDFും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ UDF അധികാരത്തിൽ എത്തിയേക്കാം, അല്ലെങ്കിൽ വളരെ നേരിയ ഒരു മാർജിനിൽ LDFന് മുന്നിൽ രണ്ടാമതായി ഫിനിഷ് ചെയ്തേക്കാം എന്ന വാർത്ത തന്നെയാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. വിശകലനങ്ങളുമൊക്കെ അങ്ങനെ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ UDF വൻ മുന്നേറ്റം ഉണ്ടാക്കും എന്ന ഒരു നിഗമനം തന്നെയാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. ലോക് പോൾ മുതലായ സർവേകളും പിന്നെ പ്രാദേശിക ചാനൽ സർവേകളുമൊക്കെ കോൺഗ്രസിൻ്റെ വലിയ ഒരു മുന്നേറ്റം തിരുവനന്തപുരത്ത് നിന്ന് പ്രവചിക്കുന്നുണ്ട്. ഒരുപക്ഷെ 39 മുതൽ 43 സീറ്റ് വരെ നേടി കോൺഗ്രസ് LDFന് തൊട്ടു പിന്നിൽ ഫിനിഷ് ചെയ്തേക്കാം എന്ന ഒരു നിഗമനം നേരത്തെ ലോക് പോൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെയാണ് പ്രാദേശിക ചാനലുകളുമൊക്കെ നിഗമനങ്ങൾ നടത്തുന്നത്. കോൺഗ്രസ് 2ാം സ്ഥാനത്തെത്തിയേക്കാം, ചിലപ്പോൾ നേരിയൊരു മാർജിനിൽ, കാരണം 1-2 സീറ്റുകളൊക്കെ അവിടെ സ്വതന്ത്രർക്ക് പ്രവചിക്കുന്നുണ്ട്. ചിലപ്പോൾ നേരിയൊരു മാർജിനിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുവാനുള്ള സാധ്യതയും ഉണ്ട്. 3 പതിറ്റാണ്ടിന് ശേഷം ഒരുപക്ഷെ കോൺഗ്രസ് അവിടെ അധികാരത്തിലെത്തുവാനുള്ള സാധ്യതയും ഉണ്ട് എന്ന വിശകലനം തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്നത്. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ചും 2015 മുതൽ 2020 വരെ അധികാരത്തിലുണ്ടായിരുന്ന തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മേയറെ പോലെ അത്ര കാര്യപ്രാപ്തിയുള്ള ആളായിരുന്നില്ല 2020 തിരഞ്ഞെടുത്ത ആര്യ രാജേന്ദ്രൻ എന്ന ഒരു നിഗമനം തിരുവനന്തപുരം കോർപ്പറേഷനകത്തുള്ള എല്ലാ വോട്ടർമാരും വെച്ചു പുലർത്തുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പ്രശാന്ത്, പിന്നീട് വട്ടിയൂർക്കാവിൽ നിന്ന് MLA തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം മേയറായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് കോർപ്പറേഷനകത്ത് വലിയ ജനകീയത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപാട് പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. മേയർ ബ്രോ എന്നറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ജനങ്ങളുമായിട്ടൊക്കെ വലിയ രീതിയിൽ സംവദിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു മേയർ ബ്രോ എന്ന VK പ്രശാന്ത്, CPMൻ്റെ മേയർ. പക്ഷേ അതിനുശേഷം അധികാരത്തിൽ വന്ന ആര്യ രാജേന്ദ്രൻ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല എന്ന വിശകലനമുണ്ട്. മാത്രമല്ല യദു എന്ന് പറയുന്ന ഒരു KSRTC ഡ്രൈവറുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കേസുകൾ, വിവാദങ്ങളൊക്കെ LDFന് ഇവിടെ വിഘാതമായി വരാം എന്ന ചില നിഗമനങ്ങൾ കൂടി നടത്തപ്പെടുന്നുണ്ട്. BJPയെ സംബന്ധിച്ചും അത്തരം പ്രതികൂലമായ ഒരു സാഹചര്യങ്ങളുണ്ട്. അനിൽകുമാർ എന്ന് പറയുന്ന അവരുടെ സഹകാരി, ഒരു 1-2 സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിലിരുന്ന അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ, അത് BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കും. മറ്റൊരു പ്രവർത്തനം കൂടി RSSൻ്റെ അവിടെ സീറ്റ് കിട്ടാത്തതിൽ മനംതൊന്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ BJPയെ സംബന്ധിച്ച് തിരിച്ചടിയാകും എന്ന വിശകലനം തന്നെയാണ് നടത്തപ്പെടുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അനുകൂലമാകുന്ന ഘടകങ്ങളായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് വിലയിരുത്തപ്പെടുന്നത്: 1, സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ പെട്ടെന്ന് തന്നെ നടത്തി. 2, അവരുടെ മേയർ സ്ഥാനാർത്ഥി ശബരിനാഥ്, അത് ഈ 3 മേയർ സ്ഥാനാർത്ഥികളുടെയും വെച്ച് നോക്കുമ്പോൾ, അതായത്
BJPയുടെ ശ്രീലേഖ, അതുപോലെ CPMൻ്റെ ദീപക്, ഈ 2 സ്ഥാനാർത്ഥികളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ശബരിനാഥ് എന്നൊരു നിഗമനം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അകത്തു നിന്നുണ്ട്. തിരുവനന്തപുരത്തുകാരൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്ന ആളുകളാണ്. എഡ്യൂക്കേഷൻ, അതുപോലെ ജാതി, മതം ഒക്കെ പരിഗണിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ശബരിനാഥ് നേരത്തെ ടാറ്റയുടെയൊക്കെ കമ്പനികൾ വലിയ ഉദ്യോഗ തലങ്ങളിൽ ഇരുന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം ഭരണ മികവ്, അഡ്മിനിസ്ട്രേഷൻ മികവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കോർപ്പറേഷൻ മേയറാക്കിയാൽ തിരുവനന്തപുരത്ത് കുറച്ചധികം വികസന പ്രവർത്തനങ്ങൾ വരും എന്ന ഒരു നിഗമനം തിരുവനന്തപുരത്തുകാർ നടത്തുന്നത് കൊണ്ട് തന്നെ ശബരിനാഥിന് അനുകൂലമാകും എന്ന ചില നിഗമനങ്ങൾ നടത്തപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ 2020 കോൺഗ്രസിന് 28ഓളം സ്ഥലങ്ങളിൽ വിമത സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അവരുടെ വോട്ട് ഡിവൈഡ് ചെയ്തു പോയത് കൊണ്ടാണ് കോൺഗ്രസ് പല സീറ്റുകളിലും പരാജയപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ കെ മുരളീധരൻ എന്ന് പറയുന്ന അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ തന്നെ നേരിട്ടിറങ്ങി ഈ വിമതരെയൊക്കെ അനുനയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അത് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ നേട്ടം ഉണ്ടാക്കും എന്ന നിഗമനം തന്നെയാണ് നടത്തപ്പെടുന്നത്. മാത്രമല്ല, തീരദേശ മേഖലകളിൽ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭീമാപ്പള്ളി പോലെയുള്ള തീരദേശ മേഖലകളിൽ കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന നിഗമനം തന്നെയാണ് സിറ്റി ബേസ്ഡ് ആയുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമാകുന്നത്. അവിടെയുള്ള ആളുകളുമായിട്ടും അതുപോലെയുള്ള സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ വരുന്ന കോർപ്പറേഷൻ കൗൺസിലുകളിൽ കോൺഗ്രസിൻ്റെ വലിയ മേധാവിത്വം ഉണ്ടാകും എന്ന രീതിയിൽ തന്നെ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരുപക്ഷെ അധികാരത്തിലെത്തിയേക്കാം, അല്ലെങ്കിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നേരിയ സീറ്റുകൾക്ക് അധികാരം നഷ്ടപ്പെട്ടേക്കാം എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ശബരിമലയാണ്. ശബരിമല കുറച്ചുകൂടി വൈകാരികമാണ് തിരുവനന്തപുരത്തുകാർക്ക്. നമുക്കറിയാം, തെക്കൻ ജില്ലകളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വൈകാരിക തലം നിലനിൽക്കുന്നുണ്ട്. അതാണ് 2019 ലോക്സഭാ ഇലക്ഷനിൽ CPMന് വലിയ തിരിച്ചടിയായത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഒരിക്കൽ കൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിഫലിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഇന്നലെ ഇലക്ഷൻ്റെ കൊട്ടിക്കലാശത്തിലൊക്കെ മുഴങ്ങിക്കേട്ട ഒരു പാട്ട് എന്ന് പറയുന്നത് പോറ്റിയെ കേറ്റിയെ സ്വർണം കട്ടെ എന്നുള്ള പാട്ടായിരുന്നു. അത് വലിയ രീതിയിൽ തന്നെ പ്രചരിപ്പിക്കുന്നതിൽ കോൺഗ്രസും BJPയും വിജയിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് നേട്ടം പോവുക 2019 ലോക്സഭാ ഇലക്ഷനെ പോലെ കോൺഗ്രസിനായിരിക്കും. കാരണം BJP അവസാന നിമിഷത്തിൽ ഈ ശബരിമല ഇഷ്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഉഴപ്പി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നൊരു നിഗമനം തിരുവനന്തപുരം കോർപ്പറേഷനകത്തു നിന്നുണ്ട്. CPM ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണമായിരുന്നു. പക്ഷേ അതിനേക്കാൾ അതിജീവിച്ച് ഈ ശബരിമല ഇഷ്യൂ, പ്രത്യേകിച്ചും ഈ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിങ്ങനെ തിരുവനന്തപുരത്തൊക്കെ മുഴങ്ങിക്കേൾക്കുന്നുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയായപ്പെടും എന്ന് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കിട്ടുന്ന വലിയ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ UDF നേട്ടമുണ്ടാക്കും. പക്ഷേ മൊത്തം കോർപ്പറേഷൻ്റെ ഒരു ആകെ കണക്കെടുക്കുകയാണെങ്കിൽ കൊച്ചി, കണ്ണൂർ, തൃശ്ശൂർ കോർപ്പറേഷനുകൾ UDFനൊപ്പം നിന്നേക്കാം. കൊച്ചിയും തൃശ്ശൂരും കഴിഞ്ഞ പ്രാവശ്യം ചെറിയ വ്യത്യാസം നഷ്ടപ്പെട്ട ആ 2 കോർപ്പറേഷനിൽ കോൺഗ്രസ് തിരികെ പിടിച്ചേക്കാം. കൊല്ലം, കോഴിക്കോട് കോർപ്പറേഷൻ LDF പിടിച്ചേക്കാം എന്ന ഒരു നിഗമനം തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFും UDFും BJPയും നേർക്കുനേർ ടൈറ്റായിട്ടുള്ള മത്സരം നടക്കുന്നു. പക്ഷേ LDFും കോൺഗ്രസും തമ്മിലായി, UDFും തമ്മിലായി അവസാന നിമിഷത്തെ മത്സരം. BJP 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്ന നിഗമനം തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. തൽക്കാലം ഈ വീഡിയോ വാങ്ങുന്നു. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.